ഓൺലൈൻ തട്ടിപ്പുകളിൽ വീഡിയോ കോൾ വഴി പണം തട്ടിയെടുക്കുന്നത് അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട്. നഗ്നചിത്രങ്ങൾ കാട്ടി വീഡിയോ കോൾ വിളിച്ചായിരുന്നു നേരത്തെ തട്ടിപ്പെങ്കിൽ ഇപ്പോൾ പോലീസ് എന്നും CBI എന്നും പറഞ്ഞ് വ്യാജ വീഡിയോ കോൾ ചെയ്താണ് തട്ടിപ്പ്. സൈബർ തട്ടിപ്പുകളിൽ ബാങ്ക് മാനേജർമാർ വരെ അകപ്പെടുന്നു എന്നതാണ് കൗതുകമുണ്ടാക്കുന്നത്. പലരും പക്ഷേ തങ്ങൾക്ക് പറ്റിയ അബദ്ധം തുറന്നു പറയാറില്ല. തിരുമേനി പക്ഷേ തട്ടിപ്പ് നടന്നത് പുറത്തറിയിച്ചു. വീഡിയോ കോൾ വഴി അറസ്റ്റ് ചെയ്തതായി അറിയിച്ച് 15 ലക്ഷത്തിലധികം രൂപയാണ് ഡോക്ടർ ഗീവർഗീസ് മോർ കുറിയിലോസ് മെത്രാപ്പോലീത്തയിൽ നിന്നും തട്ടിയെടുത്തത്. തിരുമേനിയുടെ പേരിൽ മുംബൈയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും അതുവഴി കള്ളപ്പണ ഇടപാട് നടന്നെന്നും CBI, മുംബൈ സൈബർ വിഭാഗം എന്നീ ഏജൻസികളിൽ നിന്ന് പറഞ്ഞായിരുന്നു വ്യാജ വീഡിയോ കോളും വിർച്വൽ അറസ്റ്റും. വീഡിയോ കോൾ വഴി പോലീസ് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുമോ? കേസ് തീർക്കാൻ ഏതെങ്കിലും അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുമോ? ഇതൊക്കെയാണ് ഈ തട്ടിപ്പിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ. എന്നാൽ ഇന്ത്യയിൽ ഒരു അന്വേഷണ ഏജൻസിയും ഈ രണ്ട് ഇടപാടും നടത്തുന്നില്ലെന്ന് കേരള പോലീസ് തന്നെ പറയുന്നു. അപരിചിത നമ്പറുകളിൽ നിന്നുള്ള വീഡിയോ, ഓഡിയോ കോളുകൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണം പോകുമെന്ന് റൂറൽ SP വൈഭവ് സക്സേന അറിയിക്കുന്നുണ്ട്. +92 തുടങ്ങുന്ന നമ്പറുകളിൽ നിന്നാവും ഇത്തരം വിളികൾ വരിക. ആപ്പ് വഴി ഉണ്ടാക്കുന്ന നമ്പറുകളാണിത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ DP കണ്ട് പേടിക്കരുതെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. അസ്വസ്ഥതയും ഉത്കണ്ഠയും ഉണ്ടാക്കി പണം കൈപ്പറ്റുകയാണ് തട്ടിപ്പുകാരുടെ ലക്ഷ്യം. അതിൽ പെട്ടുപോകാതിരിക്കുക.